പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിലയേറിയ സമയം ഒട്ടും പാഴാക്കാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ സെഷനിൽ നമ്മൾ എക്സ്പെരിമെന്റൽ എപ്പിഡെമിയോളജിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നോക്കാൻ പോവുകയാണ്. അതെ, ഇതിൽ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയലുകളും പിന്നെ നോൺ റാൻഡമൈസ്ഡ് ട്രയലുകളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും സഹായിക്കാനുമാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ശരിക്കും കീറിമുറിച്ച് പരിശോധിക്കാം. ശരിയാണ്. ഒരു രോഗത്തിന്റെ കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം എന്ന സംശയത്തിൽ നിന്ന് അല്ല, ഇത് തന്നെയാണ് കാരണം എന്ന് എങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കാം, ആ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എന്താണ് ഈ എക്സ്പെരിമെന്റൽ എപ്പിഡെമിയോളജി? ഇതിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് നിരീക്ഷണം, അതായത് ഒബ്സർവേഷൻ. പക്ഷികളെ നിരീക്ഷിക്കുന്ന ഒരാളെ പോലെ വെറുതെ നോക്കിയിരുന്ന് കാര്യങ്ങൾ പഠിക്കുന്നു. അതെ. രണ്ട് പരീക്ഷണം, അതായത് എക്സ്പെരിമെന്റേഷൻ. ഇവിടെയാണ് മാറ്റം വരുന്നത്. ഏതു തരം വിത്തുകളാണ് പക്ഷികൾക്ക് കൂടുതൽ ഇഷ്ടമെന്നറിയാൻ വേണ്ടി നമ്മൾ തന്നെ വിത്തുകൾ മാറ്റി ഇട്ടുകൊടുത്ത് നിരീക്ഷിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ പോലെ. അപ്പൊ ഇവിടെ ഗവേഷകൻ ഒരു കാഴ്ചക്കാരൻ മാത്രമല്ല. അല്ല, അയാൾ നേരിട്ട് ഇടപെടുകയാണ്. ഗവേഷകൻ മനഃപൂർവ്വം ഒരു കാര്യത്തിൽ മാറ്റം വരുത്തുന്നു. ചിലപ്പോൾ അതൊരു മരുന്നാകാം, ഒരു വാക്സിനാകാം, അല്ലെങ്കിൽ ഒരു പുതിയ ഹെൽത്ത് പ്രോഗ്രാം ആകാം. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കുന്നു. ഒരു ഉദാഹരണം പറയാമോ? ആ നിരീക്ഷണവും പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കാൻ. തീർച്ചയായും. ഇപ്പോ കാറുകളിലെ ക്രാഷ് റിപ്പോർട്ടുകൾ നിങ്ങൾ പരിശോധിക്കുന്നു. എന്നിട്ട് എയർബാഗുകളുള്ള കാറുകളിൽ മരണനിരക്ക് കുറവാണെന്ന് കണ്ടെത്തുന്നു. ഇതൊരു നിരീക്ഷണ പഠനമാണ്, ഒബ്സർവേഷണൽ സ്റ്റഡി. ഓക്കെ, നമ്മൾ അവിടെയൊന്നും ചെയ്യുന്നില്ല, ഉള്ള ഡേറ്റ വെച്ച് പഠിക്കുന്നു. അതെ. എന്നാൽ നിങ്ങൾ ഒരുപോലെയുള്ള 100 കാറുകൾ എടുക്കുന്നു. അതിൽ 50 എണ്ണത്തിൽ റാൻഡമായി, അതായത് യാദൃച്ഛികമായി എയർബാഗ് വയ്ക്കുന്നു. എന്നിട്ട് എല്ലാ കാറുകളും ഒരേപോലെ ക്രാഷ് ടെസ്റ്റ് നടത്തി ഫലം താരതമ്യം ചെയ്യുന്നു. അപ്പോ അതൊരു എക്സ്പെരിമെന്റൽ പഠനമായി, എക്സ്പെരിമെന്റൽ സ്റ്റഡി മാറി. കൃത്യം. അവിടെ നമുക്ക് കാരണം ഇതാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന തെളിവ് കിട്ടും. അപ്പോ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറഞ്ഞ പോലെ കാരണവും ഫലവും, അതായത് കോസ് ആൻഡ് എഫക്റ്റ് തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ. അതെ. വിറ്റാമിൻ സി കഴിക്കുന്നതുകൊണ്ടാണോ വേഗം അസുഖം മാറുന്നത്, അതോ ആരോഗ്യമുള്ളവർ കൂടുതൽ വിറ്റാമിൻ സി കഴിക്കുന്നതുകൊണ്ടാണോ? ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ പരീക്ഷണങ്ങൾ സഹായിക്കും. ശരി. രണ്ടാമത്തെ ലക്ഷ്യം കാര്യക്ഷമത, അതായത് എഫക്റ്റീവ്നെസ് അളക്കാനാണല്ലേ? അതെ. ഒരു പുതിയ ക്യാൻസർ മരുന്ന് പഴയതിനേക്കാൾ മികച്ചതാണോ എന്ന് കണ്ടെത്താൻ. ഓക്കെ. പക്ഷെ മനുഷ്യരിൽ ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുന്നതിനു മുൻപ് മൃഗങ്ങളിൽ പഠനങ്ങൾ നടത്താറുണ്ടല്ലോ. ശരി. അപ്പൊ നമുക്കിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. എല്ലാ പഠനരീതികളുടെയും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്ന റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസ്, അഥവാ RCT. അതെ. ഒരു RCT ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകം അത് വളരെ ശ്രദ്ധയോടെ കേൾക്കും. അപ്പോ ഒരു RCT നടത്താൻ എന്തൊക്കെ ഘട്ടങ്ങളാണ് ഉള്ളത്? പ്രധാനമായും 6 ഘട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതെ. അതിലൊന്നാമത്തെ ഘട്ടം ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കുക എന്നതാണ്. ഡ്രോയിങ് അപ്പ് എ പ്രോട്ടോകോൾ. അതായത് എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് വളരെ വിശദമായ ഒരു പ്ലാൻ തയ്യാറാക്കണം. പഠനത്തിന്റെ ലക്ഷ്യങ്ങൾ, ആരൊക്കെ പങ്കെടുക്കണം, എത്ര പേർ വേണം, എന്തെല്ലാം അളക്കണം, ഡേറ്റ എങ്ങനെ വിശകലനം ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വ്യക്തമാക്കണം. ഇതെന്തിനാണ് ഇത്ര വിശദമായി ആദ്യമേ എഴുതി വെക്കുന്നത്? കാരണം പിന്നീട് പക്ഷപാതപരമായി, അതായത് ബയസ്ഡായി മാറ്റങ്ങൾ വരുത്താതിരിക്കാൻ. അതുകൊണ്ട് ഈ പ്രോട്ടോകോൾ പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരസ്യമായി രജിസ്റ്റർ ചെയ്യും. കൊള്ളാം. അപ്പോ ചതി പറ്റില്ല. ഇനി രണ്ടാമത്തെ ഘട്ടം ആളുകളെ തിരഞ്ഞെടുക്കലാണ്. റെഫറൻസ് എക്സ്പെരിമെന്റൽ പോപ്പുലേഷനുകളെ തിരഞ്ഞെടുക്കൽ. അതെ. ഇവിടെ 2 തരം ജനവിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആദ്യത്തേത് റെഫറൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് പോപ്പുലേഷൻ. അതായത് നമ്മുടെ പഠനത്തിന്റെ ഫലം ആർക്കാണോ ബാധകമാകേണ്ടത് ആ വലിയ വിഭാഗം. ഉദാഹരണത്തിന് ഇന്ത്യയിലെ 50 വയസ്സിന് മുകളിലുള്ള എല്ലാ പ്രമേഹ രോഗികളും. കൃത്യം. ഇനി രണ്ടാമത്തേത് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ സ്റ്റഡി പോപ്പുലേഷൻ. ഈ വലിയ വിഭാഗത്തിൽ നിന്ന് നമ്മൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന യഥാർത്ഥ ആളുകൾ. അതെ. ഇവർ 3 നിബന്ധനകൾ പാലിക്കണം. ഒന്ന്, അറിവോടുകൂടിയ സമ്മതം, അതായത് ഇൻഫോംഡ് കൺസെന്റ് നൽകണം. പഠനത്തിലെ അപകടസാധ്യതകൾ മനസ്സിലാക്കി പങ്കെടുക്കാൻ സമ്മതിക്കണം.
2 അവർ യോഗ്യരായിരിക്കണം, എലിജിബിൾ. പ്രായം, രോഗാവസ്ഥ തുടങ്ങിയ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കണം. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനമാണ്. അവർ ആ റെഫറൻസ് പോപ്പുലേഷന്റെ ഒരു ചെറിയ പതിപ്പായിരിക്കണം, റെപ്രസെന്റേറ്റീവ്. എന്നാലേ പഠനഫലം എല്ലാവർക്കും ബാധകമാകൂ. ശരി, ആളുകളെ കിട്ടി. ഇനി മൂന്നാമത്തെ ഘട്ടം, റാൻഡമൈസേഷൻ. ഇതാണ് RCTയിലെ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതെ. പഠനത്തിൽ പങ്കെടുക്കാൻ സംബന്ധിച്ചവരെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ച് യാദൃച്ഛികമായി 2 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ഒന്ന് സ്റ്റഡി ഗ്രൂപ്പ്, അതായത് പുതിയ ചികിത്സ ലഭിക്കുന്നവർ. മറ്റേത് കൺട്രോൾ ഗ്രൂപ്പ്, പഴയ ചികിത്സയോ അല്ലെങ്കിൽ പ്ലാസിബോയോ ലഭിക്കുന്നവർ. ഇതിന്റെ മാന്ത്രികത എന്താണെന്ന് വെച്ചാൽ ഇത് സെലക്ഷൻ ബയാസ് പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. അതെങ്ങനെ? റാൻഡമൈസ് ചെയ്യുമ്പോൾ പ്രായം, ലിംഗം, രോഗത്തിന്റെ തീവ്രത തുടങ്ങി നമുക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ കാര്യങ്ങളിലും ഈ 2 ഗ്രൂപ്പുകളും ശരാശരി ഒരുപോലെയായിരിക്കും. ഓക്കെ, ഇനി നാലാമത്തെ ഘട്ടം, മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഇടപെടൽ. മാനിപ്പുലേഷൻ ഓർ ഇന്റർവെൻഷൻ. ഇതാണല്ലോ യഥാർത്ഥ പരീക്ഷണം. അതെ, സ്റ്റഡി ഗ്രൂപ്പിന് പുതിയ മരുന്നോ ചികിത്സാ രീതിയോ നൽകുന്നു. കൺട്രോൾ ഗ്രൂപ്പിന് നിലവിലുള്ള ഏറ്റവും മികച്ച ചികിത്സയോ അല്ലെങ്കിൽ ഒരു പ്ലാസീബോയോ നൽകുന്നു. ഈ പ്ലാസിബോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മരുന്നുപോലെ തോന്നിപ്പിക്കുന്ന എന്നാൽ ഔഷധഗുണമില്ലാത്ത ഒന്ന്, ഒരു പഞ്ചസാര ഗുളിക പോലെ. അപ്പൊ അവർക്ക് ലഭിക്കുന്ന ചികിത്സ മാത്രമായിരിക്കും അവര് തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം. അതുതന്നെ, ഒരേ തരം മണ്ണ് നിറച്ച 2 പൂച്ചട്ടികളിൽ ഒരേ പാക്കറ്റിലെ വിത്തുകൾ യാദൃച്ഛികമായി വിതറുന്നതുപോലെയാണിത്. പിന്നീട് ചെടികളുടെ വളർച്ചയിലുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ നൽകുന്ന വളം കാരണമാണെന്ന് ഉറപ്പിക്കാം, വിത്തിന്റെ ഗുണം കൊണ്ടല്ല. 5ാമത്തെ ഘട്ടം തുടർ നിരീക്ഷണം, ഫോളോ അപ്പ്. ചികിത്സ നൽകിയ ശേഷം 2 ഗ്രൂപ്പുകളെയും ഒരു നിശ്ചിത കാലയളവിലേക്ക്, ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ, ഒരുപോലെ നിരീക്ഷിക്കുന്നു. അവരുടെ ആരോഗ്യം, പാർശ്വഫലങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തുന്നു. ഇതിലെ പ്രധാന വെല്ലുവിളി എന്താണ്? ഏറ്റവും വലിയ വെല്ലുവിളി അട്രിഷനാണ്. അതായത് ആളുകൾ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത്. അത് പഠനഫലത്തെ ബാധിക്കും. ഓക്കേ, ഇനി അവസാന ഘട്ടം, 6ാമത്തത്, വിലയിരുത്തൽ. അതെ, അവസാനമായി 2 ഗ്രൂപ്പുകളിലെയും ഫലങ്ങൾ താരതമ്യം ചെയ്യുന്നു. പോസിറ്റീവ് ഫലങ്ങൾ, അതായത് രോഗം കുറഞ്ഞോ, അതുപോലെ നെഗറ്റീവ് ഫലങ്ങൾ, അതായത് പാർശ്വഫലങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കും. 2 ഗ്രൂപ്പുകളും തമ്മിലുള്ള ഫലങ്ങളിലെ വ്യത്യാസം നമ്മൾ കൊടുത്ത ചികിത്സയുടെ മാത്രം ഫലമായി കണക്കാക്കാം. കൃത്യം. അതാണ് RCTയുടെ ശക്തി. ഇനി ഈ പഠനത്തിനിടയിൽ മനുഷ്യന്റെ ചിന്തകളും വിശ്വാസങ്ങളും ഫലങ്ങളെ സ്വാധീനിക്കാമല്ലോ. ഇതിനെ ബയാസ് എന്ന് പറയും. ഇതൊഴിവാക്കാൻ ഒരു ടെക്നിക്കുണ്ടല്ലോ, ബ്ലൈൻഡിംഗ്. അതെ, 2 പ്രധാനപ്പെട്ട ബയാസുകളുണ്ട്. ഒന്ന് പങ്കെടുക്കുന്നവരുടെ ബയാസ്, സബ്ജക്ട് ബയാസ്. അതായത് പുതിയ മരുന്നാണ് കഴിക്കുന്നത് എന്ന വിശ്വാസം കൊണ്ട് തന്നെ രോഗിക്ക് അസുഖം ഭേദമായതായി തോന്നാം. ഇതാണോ പ്ലാസീബോ ഇഫക്റ്റ്? അതുതന്നെ. 2ാമത്തത് നിരീക്ഷകന്റെ ബയാസ്, ഒബ്സർവർ ബയാസ്. രോഗിക്ക് പുതിയ മരുന്നാണ് നൽകുന്നതെന്ന് ഡോക്ടർക്കറിയാമെങ്കിൽ അദ്ദേഹം രോഗലക്ഷണങ്ങളെ കൂടുതൽ അനുകൂലമായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ ബയാസ് ഒഴിവാക്കാനാണ് ബ്ലൈൻഡിംഗ്. അത് പലതരത്തിലുണ്ടല്ലോ. പ്രധാനമായും 3 തരം. ഒന്ന് സിംഗിൾ ബ്ലൈൻഡ് ട്രയൽ. സിംഗിൾ ബ്ലൈൻഡ് ട്രയൽ. അതിൽ പഠനത്തിൽ പങ്കെടുക്കുന്നയാൾക്ക് താൻ ഏത് ഗ്രൂപ്പിലാണെന്ന് അറിയില്ല. അതെ. 2ാമത്തത് ഡബിൾ ബ്ലൈൻഡ് ട്രയൽ. ഇതാണ് ഏറ്റവും മികച്ച രീതി. ഇവിടെ പങ്കെടുക്കുന്നയാൾക്കും ചികിത്സ നൽകുന്ന ഡോക്ടർക്കും ഏതാണ് യഥാർത്ഥ മരുന്ന്, ഏതാണ് പ്ലാസിബോ എന്ന് അറിയില്ല. ഓഹോ, അപ്പൊ മൂന്നാമതൊരാൾ ഇത് നിയന്ത്രിക്കുന്നു. അതെ. ഇനി ട്രിപ്പിൾ ബ്ലൈൻഡ് ട്രയൽ എന്നൊന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നയാൾ, ഡോക്ടർ, പിന്നെ ഡേറ്റ വിശകലനം ചെയ്യുന്നയാൾ, ഇവർക്കാർക്കും ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയില്ല. കൊള്ളാം. ഇനി ഈ RCTകളുടെ രൂപകൽപ്പനയെക്കുറിച്ച്, അതായത് ഡിസൈനിനെക്കുറിച്ച് പറയാമോ? 2 പ്രധാന രീതികളുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഒന്ന് കൺകറന്റ് പാരലൽ സ്റ്റഡി ഡിസൈൻ. ഇതാണ് ക്ലാസിക് രീതി. 2 ഗ്രൂപ്പുകളെ പഠനത്തിന്റെ ഉടനീളം ഒരേ സമയം സമാന്തരമായി നിരീക്ഷിക്കുന്നു. രണ്ടാമത്തേത് കുറച്ചുകൂടി രസകരമാണ്, ക്രോസ് ഓവർ ടൈപ്പ് ഓഫ് സ്റ്റഡി ഡിസൈൻ. അതെ, ഇത് വളരെ മികച്ചൊരു രീതിയാണ്. ഇവിടെ ഗ്രൂപ്പ് എക്ക് ആദ്യം പുതിയ മരുന്നും ഒരു വാഷൌട്ട് കാലയളവിന് ശേഷം പ്ലാസിബോയും നൽകുന്നു. ആ മരുന്നിന്റെ എഫക്റ്റ് ശരീരത്തിൽ നിന്ന് പോകാനുള്ള സമയം. അതെ. ഗ്രൂപ്പ് ബിക്ക് നേരെ തിരിച്ചും. ആദ്യം പ്ലാസിബോ, പിന്നെ പുതിയ മരുന്ന്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണ്? ഓരോ വ്യക്തിയും അവരവരുടെ തന്നെ കൺട്രോളായി മാറുന്നു എന്നതാണ്. ഇത്
വ്യക്തിപരമായ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കും. ഒരേ ഓട്ടക്കാരനെക്കൊണ്ട് 2 വ്യത്യസ്ത ഷൂകൾ പരീക്ഷിച്ചോടിക്കുന്നത് പോലെ. ഏത് ഷൂവാണ് നല്ലതെന്ന് കൃത്യമായി പറയാൻ പറ്റും. വളരെ വ്യക്തമായി. ഇനി നമുക്ക് ഈ RCTകളുടെ പല തരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ടൈപ്സ് ഓഫ് റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസ്. ശരി. RCTകൾ പലതരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഉപയോഗിക്കാം. അതിലേറ്റവും പ്രധാനം ക്ലിനിക്കൽ ട്രയലുകളാണ്. ക്ലിനിക്കൽ ട്രയൽസ് വ്യക്തികളിലെ രോഗം തടയാനോ ചികിത്സിക്കാനോ ഉപയോഗിക്കുന്ന മരുന്നുകളെയോ മറ്റ് ചികിത്സാ രീതികളെയോ പരീക്ഷിക്കുന്നവ. അതെ, ഇതിൽ തന്നെ പല തരമുണ്ട്. രോഗം വരാതെ തടയാനുള്ളവയെ പ്രൊഫൈലാക്റ്റിക് ട്രയലുകൾ എന്നു പറയും. ഉദാഹരണത്തിന് വാക്സിൻ പരീക്ഷണങ്ങൾ. രോഗം ചികിത്സിക്കാനുള്ളവയോ? അവയെ തെറാപ്യൂട്ടിക് ട്രയലുകൾ എന്നു പറയും. പുതിയ മരുന്നുകൾ, പുതിയ സർജിക്കൽ രീതികൾ ഒക്കെ ഇതിൽ വരും. പിന്നെ സേഫ്റ്റി ട്രയലുകളും റിസ്ക് ഫാക്ടർ ട്രയലുകളും ഉണ്ടല്ലോ. ഉണ്ട്. പാർശ്വഫലങ്ങൾ പഠിക്കാനാണ് സേഫ്റ്റി ട്രയലുകൾ. ഒരു രോഗകാരണമുണ്ടാക്കി അതിനെതിരെയുള്ള മരുന്നിന്റെ ഫലം മൃഗങ്ങളിൽ പരീക്ഷിക്കുന്നതാണ് റിസ്ക് ഫാക്ടർ ട്രയലുകൾ. ശരി. ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ക്ലിനിക്കൽ ട്രയലിന്റെ ഫേസുകൾ. ഫേസ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മരുന്ന് മാർക്കറ്റിലെത്തുന്നതിന് മുൻപുള്ള ഒരു വലിയ യാത്രയാണ്. ആദ്യം ഫേസ് 0, വളരെ ചെറിയ ഡോസ് മരുന്ന് ഒരു 10-15 പേർക്ക് നൽകി അത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പ്രാഥമികമായി പരിശോധിക്കുന്നു. അതിനുശേഷമോ? പിന്നെ ഫേസ് 1. ഇവിടെ ആരോഗ്യമുള്ള കുറച്ചുപേരിൽ, ഒരു 20 മുതൽ 100 പേരിൽ മരുന്നിന്റെ സുരക്ഷിതമായ ഡോസ് കണ്ടെത്താനും വലിയ അപകടങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനുമാണിത്. ഓക്കെ. അപ്പൊ ഫേസ് 2-ല് രോഗികളിലാണോ പരീക്ഷണം? അതെ. ഫേസ് 2-വിൽ രോഗമുള്ള കുറച്ചുകൂടി വലിയ ഗ്രൂപ്പിൽ, അതായത് 100-300 പേരിൽ മരുന്ന് ഫലപ്രദമാണോ, സാധാരണ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നു. ഇതിനെ 2A, 2B എന്നൊക്കെ തിരിക്കാറുണ്ട്. ഇനി ഏറ്റവും നിർണായകമായ ഫേസ് 3. അതെ, ഫേസ് 3 ക്ലിനിക്കൽ ട്രയലാണ് ഫൈനൽ എക്സാം. ആയിരക്കണക്കിന് ആളുകളിൽ പല രാജ്യങ്ങളിലായി പുതിയ മരുന്നിനെ നിലവിലുള്ള മികച്ച ചികിത്സയുമായി താരതമ്യം ചെയ്യുന്ന വലിയ പഠനമാണിത്. FDA പോലുള്ള ഏജൻസികൾ മരുന്നിന് അംഗീകാരം നൽകുന്നത് ഈ ഘട്ടത്തിലെ വിജയകരമായ ഫലങ്ങളെ ആശ്രയിച്ചാണ്. ശരിയാണ്. പക്ഷെ അതുകൊണ്ടും തീരുന്നില്ല. മരുന്ന് മാർക്കറ്റിൽ വന്നതിന് ശേഷം നടക്കുന്ന പഠനമാണ് ഫേസ് 4 ട്രയൽ. പോസ്റ്റ് മാർക്കറ്റിംഗ് സർവെയിലൻസ്. അതെ, ദശലക്ഷക്കണക്കിന് ആളുകളിൽ അപൂർവമായതോ ദീർഘകാലം കൊണ്ടുണ്ടാകുന്നതോ ആയ പാർശ്വഫലങ്ങൾ നിരീക്ഷിക്കാൻ. ഫേസ് 5 എന്നൊരെണ്ണം കൂടിയുണ്ടല്ലോ. ഉണ്ട്. യഥാർത്ഥ ലോകത്ത് ഈ ചികിത്സ മറ്റ് ചികിത്സകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം ഫലപ്രദമാണ്, ചെലവ്, ജീവിത നിലവാരം എന്നിവയെല്ലാം പരിഗണിച്ച് നടത്തുന്ന പഠനമാണിത്. കൊള്ളാം. അപ്പോ ക്ലിനിക്കൽ ട്രയലുകളല്ലാതെ മറ്റു ചില പ്രധാനപ്പെട്ട RCTകളുമുണ്ട്, പ്രിവെന്റീവ് ട്രയലുകൾ പോലെ. അതെ, കോവിഡ് വാക്സിൻ ട്രയലുകളൊക്കെ പ്രിവെന്റീവ് ട്രയലുകളാണ്. രോഗം വരാതെ തടയാനുള്ള മാർഗങ്ങൾ പരീക്ഷിക്കുന്നു. പിന്നെ റിസ്ക് ഫാക്ടർ ട്രയലുകളുണ്ട്. ഒരു അപകട ഘടകം, ഒരു റിസ്ക് ഫാക്ടർ മാറ്റുന്നത് രോഗം തടയുമോ എന്ന് പഠിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് ഹൃദയാഘാതം തടയുമോ എന്ന് നോക്കുന്നത് പോലെ. പിന്നെ സെസേഷൻ എക്സ്പെരിമെന്റ്സ്. ഒരു ദുശ്ശീലം നിർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കുന്നു. പുകവലി നിർത്താനുള്ള വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നത് ഒരു ഉദാഹരണമാണ്. ഇനി ട്രയൽ ഓഫ് ഏറ്റിയോളജിക്കൽ ഏജന്റ്സ്. ആരോഗ്യ സേവനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്താനും RCTകൾ ഉപയോഗിക്കാം. ഇതിലെടുത്തു പറയേണ്ട ഒന്നാണ് കമ്മ്യൂണിറ്റി ഇന്റർവെൻഷൻ ട്രയലുകൾ, CITs അല്ലേ? തീർച്ചയായും. ഇവിടെ വ്യക്തികൾക്ക് പകരം ഒരു സമൂഹം, പട്ടണം അല്ലെങ്കിൽ സ്കൂളിനെ മുഴുവനായിട്ടാണ് റാൻഡമൈസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഒരു പട്ടണത്തിലെ കുടിവെള്ളത്തിൽ ഫ്ലൂറൈഡ് ചേർക്കുന്നു. സമാനമായ മറ്റൊരു പട്ടണത്തിൽ ചേർക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം 2 പട്ടണങ്ങളിലെയും കുട്ടികളിലെ ദന്തക്ഷയം താരതമ്യം ചെയ്യുന്നു. ഇതൊരു CIT ആണ്. ഓക്കെ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ റാൻഡമൈസേഷൻ നടത്തുന്നത് പ്രായോഗികമോ ധാർമ്മികമോ ആയിരിക്കില്ല. ഉദാഹരണത്തിന്, ശ്വാസകോശ അർബുദത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കൂട്ടം ആളുകളെ പുകവലിക്കാൻ നിർബന്ധിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇല്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ നോൺ റാൻഡമൈസ്ഡ് ട്രയലുകളെ ആശ്രയിക്കും. ഇവയെ ക്വാസി എക്സ്പെരിമെന്റ്സ് എന്നും പറയും. അതെ. ഇവ കാരണഫലബന്ധം തെളിയിക്കുന്നതിൽ RCTകളേക്കാൾ ദുർബലമാണ്, എന്നാലും വളരെ ഉപകാരപ്രദമാണ്. ഇതിൽ പ്രധാനമായും എത്ര തരമുണ്ട്? 3 എണ്ണമുണ്ട്. ഒന്ന്, അൺകൺട്രോൾഡ് ട്രയലുള്ള. അൺകൺട്രോൾഡ് ട്രയൽസ്. പേരുപോലെ തന്നെ ഒരു കൺട്രോൾ ഗ്രൂപ്പില്ല. അതെ, എല്ലാവർക്കും പുതിയ മരുന്ന് നൽകി ഫലം നിരീക്ഷിക്കുന്നു.
80% പേർക്ക് അസുഖം ഭേദമായി എന്ന് പറയുമ്പോൾ കൺട്രോൾ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് മരുന്ന് കഴിച്ചില്ലെങ്കിലും അത്രയും പേർക്ക് അസുഖം മാറുമായിരുന്നോ എന്ന് നമുക്കറിയില്ല. ശരി. രണ്ടാമത്തേത് നാച്ചുറൽ എക്സ്പെരിമെന്റ്സ്. ഇവിടെ പ്രകൃതിയോ ജീവിത സാഹചര്യങ്ങളോ ആണ് ഗ്രൂപ്പുകളെ ഉണ്ടാക്കുന്നത്, ഗവേഷകനല്ല. ജോൺ സ്നോയുടെ കോളറ പഠനം ഇതിനൊരു മികച്ച ഉദാഹരണമാണെന്ന് തോന്നുന്നു. അതുതന്നെ. അദ്ദേഹം ആളുകളെ റാൻഡമൈസ് ചെയ്യുകയായിരുന്നില്ല. 2 വ്യത്യസ്ത വാട്ടർ കമ്പനികൾ കാരണം സ്വാഭാവികമായി രൂപപ്പെട്ട ഗ്രൂപ്പുകളെ അദ്ദേഹം നിരീക്ഷിക്കുകയായിരുന്നു. ഇനി മൂന്നാമത്തേത് ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പാരിസൺ സ്റ്റഡീസ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പാരിസൺ സ്റ്റഡീസ്. അതെ, അതിൽ തന്നെ കൺട്രോൾ ഉള്ളതും ഇല്ലാത്തതുമുണ്ട്. കൺട്രോൾ ഇല്ലാത്തതിൽ ഒരു സമൂഹത്തിൽ ഒരു നിയമം, ഉദാഹരണത്തിന് സീറ്റ് ബെൽറ്റ് നിയമം, കൊണ്ടുവരുന്നതിനു മുൻപും ശേഷവുമുള്ള അപകട നിരക്ക് താരതമ്യം ചെയ്യുന്നു. പക്ഷേ ഇതേസമയം മറ്റ് ഘടകങ്ങളും മാറിയിട്ടുണ്ടാകാമല്ലോ. നല്ല റോഡുകൾ, സുരക്ഷിതമായ കാറുകൾ. അതാണതിന്റെ പ്രശ്നം. അതുകൊണ്ട് കൺട്രോൾ ഉള്ളതാണ് കൂടുതൽ മികച്ചത്. ഒരു നഗരത്തിൽ നിയമം നടപ്പിലാക്കുന്നു, സമാനമായ മറ്റൊരു നഗരത്തിൽ നടപ്പിലാക്കുന്നില്ല. എന്നിട്ട് 2 നഗരങ്ങളിലെയും മാറ്റങ്ങൾ താരതമ്യം ചെയ്യുന്നു. വളരെ വ്യക്തമായി. അപ്പോ എക്സ്പെരിമെന്റൽ എപ്പിഡമിയോളജിയുടെ ഒരു ലോകത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോയത്. RCT ആണ് ഏറ്റവും ശക്തമായ തെളിവ് നൽകുന്ന പഠനരീതി എന്ന് നമ്മൾ കണ്ടു. തീർച്ചയായും. എങ്കിലും നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഒരുപാട് തവണ റാൻഡമൈസേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ എപ്പോഴെങ്കിലും റാൻഡമൈസേഷൻ നടത്താതിരിക്കുന്നത് ധാർമ്മികമായി ശരിയാകുന്ന സാഹചര്യങ്ങളുണ്ടാകുമോ? അതെങ്ങനെ? അതായത്, ഒരു ചികിത്സ വളരെ ഫലപ്രദമാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായാൽ പഠനം പൂർത്തിയാകുന്നതുവരെ കാത്തുനിൽക്കാതെ കൺട്രോൾ ഗ്രൂപ്പിലുള്ളവർക്കും ആ ചികിത്സ നൽകേണ്ടതല്ലേ? ശരിയാണ്. ആ ചോദ്യത്തിലൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. എപ്പോഴാണ് ഒരു പഠനം നേരത്തെ നിർത്തേണ്ടത്? ഈ ചോദ്യം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ വലിയൊരു ധാർമ്മിക സമസ്യയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്കുക. നിങ്ങളുടെ പരീക്ഷകൾക്ക് എല്ലാ ആശംസകളും.